ഹായ്. ഹായ്. ഞങ്ങളിന്ന് ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് അതെന്തുവാന്ന് അറിയണ്ടേ, അപ്പം ഇവിടെ പറയും. എൻ്റെ റിസൾട്ട് എല്ലാവരും ചോദിച്ച കാര്യമാണ്. എൻ്റെ +1 റിസൾട്ട് എന്തായിരുന്നു. ഓൾ സബ്ജക്റ്റ് ഞാൻ പാസ്സായിട്ടുണ്ട്. ഒരു A+ ആണുള്ളത്, പിന്നെ 2 A ഉണ്ട്. പിന്നെ ജസ്റ്റ് പാസ്സല്ല, അത്യാവശ്യം നല്ല മാർക്കോടെ ഞാൻ പാസ്സായിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻ്റ് എഴുതേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ പിന്നെ കുറേ പേരൊക്കെ ചോദിച്ച കാര്യമാണ്, ഞാൻ സ്കൂളിൽ ഇനി പോകുന്നുണ്ടോ പഠിക്കാൻ, അതോ ചുമ്മാ എനിക്ക് കല്യാണം കഴിഞ്ഞത് കൊണ്ട് ചുമ്മാ ഇനി വെറുതെ ഇരിക്കുകയാണോ, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയൊന്നും അല്ല, പഠിക്കാൻ തന്നെ പോകുന്നുണ്ട്. എനിക്ക് ന്യൂ അഡ്മിഷൻ പുതിയ സ്കൂളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേ കണ്ടല്ലോ, നമ്മുടെ പൂജ അമൽ പുതിയ കപ്പിളാണ്. 18 വയസ്സ് കഴിഞ്ഞുള്ള പൂജയ്ക്ക് +1 പഠിക്കുന്നത്. +1 പഠിക്കുമ്പോൾ തന്നെ വിവാഹിതയായി, പ്രണയിച്ച്. എന്തായാലും ഇനിയിപ്പോൾ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. കാരണം അവരുടെ കല്യാണം കഴിഞ്ഞതോടുകൂടി അവരൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഇപ്പോൾ മോണിറ്റൈസ് ആയിട്ടുണ്ട്. എന്തായാലും നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് പണത്തിൻ്റെ കാര്യത്തിലായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്തായാലും പൂജ പഠിക്കുവാനായിട്ട് പഠനം കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്തായാലും നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഒരു ചെറിയൊരു വിയോജിപ്പുള്ളത്, ആ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിവാഹം കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ കുട്ടി പഠനത്തോടൊപ്പം ഒരു കുടുംബം കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് എത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ കൊച്ചു പ്രായമാണ്. 21 വയസ്സ്, ഒരു 22 വയസ്സ് കഴിഞ്ഞാണ് ഒരു പെൺകുട്ടിക്ക് ഒരു കല്യാണത്തിനുള്ള പക്വതയാകുന്നത്, ശാരീരികമായിട്ടും മാനസികമായിട്ടും. അതുകൊണ്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കിയത്. അത് ഇപ്പോഴും സമ്മതിക്കാത്ത കുറേ മത ആചാര്യന്മാരുണ്ട്. 18 വയസ്സാകുമ്പോൾ തന്നെ പെൺകുട്ടികളെ പിടിച്ച് കെട്ടിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവരൊക്കെ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ഇതുവരെ വണ്ടി കിട്ടാത്തവരാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൂജ അമലിനെ പോലുള്ള പുതിയ ജനറേഷനിലെ പിള്ളേർ അവർ ഇത്തരത്തിൽ വിവാഹം 18 വയസ്സായി കൃത്യമായി കാണും, അല്ലെങ്കിൽ എന്തായാലും ഇയാൾ പോക്സോ കേസിലകത്ത് പോകും. കാരണം 18 വയസ്സാകാത്ത ഒരു പെൺകുട്ടിയെ വിളിച്ചിറങ്ങിക്കൊണ്ട് പോരുന്നത് പോക്സോ കേസിന് വിധേയമാണ്. അന്നേരം എന്തായാലും പോലീസ് സ്റ്റേഷൻ ചെന്ന് ഈ കുട്ടിക്ക് 18 വയസ്സുള്ള കൊണ്ടായിരിക്കും ഇവരെ വിവാഹം കഴിക്കാൻ അനുവദിച്ചത്. ഇതൊരു ശരിയായ മാതൃകയാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം വെറും +1 ആ കുട്ടി പഠിക്കുന്നത്. 18 വയസ്സായിട്ട് ഉണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം ആ കുട്ടിയുടെ ഭാവി ജീവിതത്തിന് നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഇനിയിപ്പോൾ അത് പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ നിന്ന് മാറിയിട്ടുണ്ട്, പുതിയ സ്കൂളിൽ ചേർന്നു എന്നാണ് പറയുന്നത്. അവിടെ ചെന്നാലും ടീച്ചർമാരുടെയും മറ്റുള്ളവരുടെയും കണ്ണിൽ ആ കുട്ടിയെ കാണുന്ന കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും എന്ന് നമുക്കത് പറയാൻ പറ്റില്ല. അതേപോലെ ഇത്ര നാൾ നോക്കി വളർത്തിയ അച്ഛനെ അമ്മേനെ ഉപേക്ഷിച്ചിട്ടാണ് മറ്റൊരു ജീവിതത്തിലേക്ക് ആ കുട്ടി കടന്നു ചെല്ലുന്നത്. 21 വയസ്സ്, അതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു. നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് കാലം കൂടി വെയിറ്റ് ചെയ്തിട്ട് മാത്രം മതിയായിരുന്നു എന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. എന്നാലും പഠനം തുടരാനുള്ള താല്പര്യം ആ കുട്ടി പ്രകടിപ്പിച്ചത്. സ്കൂളിൽ പോകുന്നതും ഉള്ള റീലും ഞാൻ കണ്ടു. എന്നാലും സ്കൂളിൽ പോകുന്നതും പഠിക്കുന്നതൊക്കെ നല്ലതാണ്. പഠനം കണ്ടിന്യൂ ചെയ്യുക, അതുമാത്രമേ എനിക്ക് ആ കുട്ടിയോട് ഇപ്പോൾ പറയാനുള്ളൂ. എന്തായാലും ഇനിയും ഇത്തരത്തിൽ ആരും ഇത് മാതൃകയാക്കരുത്. കാരണം ഇതൊരു മാതൃകയാക്കാൻ പറ്റിയ കാര്യമല്ല.